ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിളിൻ്റെ ഫയൽ മാനേജിംഗ് ആപ്ലിക്കേഷനായ ഗൂഗിൾ ഫയൽ അഥവാ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഫയൽസ് ബൈ ഗൂഗിൾ. കാരണം ഒരുപാട് ഫീച്ചേഴ്സ്, നമുക്ക് ഉപകാരപ്രദമായ ഫീച്ചേഴ്സ് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഫ്രീ ആയിട്ട്. പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിലെ ഡാറ്റ വേറൊരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും, നമ്മുടെ മൊബൈലിൻ്റെ ഫയൽ മാനേജറായി യൂസ് ചെയ്യാനും, നമ്മുടെ ഫോണിലൂടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അത് സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കി ഷെയർ ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഈ ഗൂഗിൾ ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയൽസ് എന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമതായി കാണുന്ന ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ മൊബൈലിൽ ഉള്ള ഡാറ്റകളുടെ ഫയൽ നെയിം വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനാണ്. സെർച്ച് ബാറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അതിന് താഴെയായിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോ ഫയലായാലും വീഡിയോ ഫയലായാലും ഇമേജസ് ആണെങ്കിലും ഫോൾഡർ ബേസിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും അതുപോലെ കാണാനും സാധിക്കും. താഴെയുള്ളത് കാറ്റഗറി ബേസ് ആണ്. കാറ്റഗറി ബേസിൽ ഡൗൺലോഡ്സ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻ്റ്, അങ്ങനെ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ വീഡിയോസും ഓഡിയോസും ഓരോ ടൈപ്പ് ഫയലുകളും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറി ബേസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അതനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ ഫയലുകളും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓഡിയോ ഫയൽ കാണണമെങ്കിൽ അതിന് മൊത്തം ഓഡിയോ ഒരു ഫോൾഡറിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ, നമ്മുടെ മൊബൈലിലെ എല്ലാ വീഡിയോയും എല്ലാം ഈ ഒരു ഫോൾഡറിലുണ്ടായിരിക്കും. ഡൗൺലോഡ്സിലാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സിൽ എല്ലാ ഡൗൺലോഡ് ചെയ്ത ഫയലുകളും ഉണ്ടായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റുകൾ, PDF, അതുപോലെ XLS, അങ്ങനെ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ നമ്മൾ APK ഫയൽ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസും ഫോൾഡർ ബേസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് കളക്ഷൻസ് എന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ഏതെങ്കിലും ഫയലുകളോ വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റാർ എന്ന ഫോൾഡറിൽ അത് സേവ് ആയി കിടക്കും. പിന്നെയുള്ളത് സേഫ് ഫോൾഡറാണ്. നമുക്ക് ഏതെങ്കിലും ഫയൽസ്, നമ്മുടെ പേഴ്സണൽ ഫയൽസ് ഏതെങ്കിലും ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് കൂടാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ ഡാറ്റ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് ഒരു പിൻ കോഡും ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് താഴെയായിട്ട് സ്റ്റോറേജ് ആണ് കാണിക്കുന്നത്. നമ്മുടെ മൊബൈലിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജും ഇനി SD കാർഡ് ഇടാൻ പറ്റുന്നതാണെങ്കിൽ SD കാർഡിൻ്റെ സ്റ്റോറേജും ഇതിൽ കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫയൽ മാനേജർ മോഡൽ തന്നെ ഇതിലുള്ള എല്ലാവിധ ഫയൽസും ഫോൾഡർ ബേസിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇൻറ്റർണൽ സ്റ്റോറേജിൽ. അതുപോലെ ക്ലൗഡ് സ്റ്റോറേജിനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ക്ലൗഡ് സ്റ്റോറിൽ ഏതെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുകളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്നത് സ്കാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. ഈ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഈ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫയലുകൾ എന്തെങ്കിലും ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയാണ് നമുക്കത് പ്രിൻ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നാൽ നമുക്കത് ഈ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ ഈ ഫോട്ടോ സ്കാൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് PDF ഫയൽ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടെ നമ്മുടെ മൊബൈലിൽ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഫയൽ കിട്ടുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അത് സ്കാൻ ആവുന്നുണ്ട്. കണ്ടല്ലോ, നല്ല പക്ക ക്ലിയറിൽ നമുക്ക് ഈ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെരിച്ചാണ് ഈ ഒരു ഫോട്ടോ എടുത്തത്, എന്നിട്ട് പോലും കറക്റ്റ് ഒരു വൃത്തിക്ക് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു ഫയൽ. ഇതിൽ തന്നെ എൻഹാൻസ് ചെയ്യാനും കഴിയുന്നതാണ്. നമ്മളെ ചെറിയ എഡിറ്റിംഗ് ടൂൾസുകളൊക്കെ ഇതിലുണ്ട്. റൊട്ടേറ്റ് ചെയ്യാനും ഫിൽറ്ററുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാനാവും. ഏതെങ്കിലും മാർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിലും അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഫോട്ടോ എടുത്തത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് PDF ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ഫയൽ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ സ്റ്റാർ ചെയ്ത് വെക്കാനും സാധിക്കും. ഷെയർ ചെയ്ത് നേരെ വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഉള്ളത് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ് ഉണ്ട്. ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, അതുപോലെ തന്നെ ലാർജ് ഫയൽസ്, അതുപോലെ ബ്ലർ ആയിട്ടുള്ള ഇമേജസ്, ആവശ്യമില്ലാത്ത സ്ക്രീൻഷോട്ട്സ്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ്, വീഡിയോസ്, അങ്ങനെയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരും. അതുപോലെ ജങ്ക് ഫയൽസ്, ഇതെല്ലാം നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് കാണിച്ചു തരും. ഇപ്പം ജങ്ക് ഫയൽസ് ഇവിടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിലുള്ള ജങ്ക് ഫയൽസ് ക്ലീൻ ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മൊബൈലിൽ കൂടുതൽ സ്പേസ് കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ ഇന്റർണൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഏതൊക്കെ ഫയലുകൾ, ഏതൊക്കെ ടൈപ്പ് ഫയലുകൾ, എത്ര GB വരെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കും. ഓഡിയോ ഫയൽ ആയാലും വീഡിയോ ഫയൽ ആയാലും APK ഫയൽസ് ആയാലും എത്ര GB വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് അത് എടുത്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. അതിന് താഴെയായിട്ട് റീസൈക്കിൾ ബിന്ന്, അതുപോലെ കഴിഞ്ഞ 30 ദിവസം നമ്മൾ ഉപയോഗിക്കാതിരുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റും നമുക്കിവിടെ കാണിക്കാം. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് മാർക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ആണ്. നമ്മുടെ മൊബൈലിൽ ഒരേ ഫയലുകൾ അല്ലെങ്കിൽ ഒരേ ഫോട്ടോ തന്നെ 2 തവണ സേവ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്നുള്ള ഈ ഓപ്ഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാം. അതുവഴി നമ്മുടെ മൊബൈലിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് നേടാവുന്നതാണ്. പിന്നെയുള്ളത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് ലാർജ് ഫയൽസുകൾ ഉണ്ടായിരിക്കും. ഏത് സിനിമയോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ. അത് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടായിരിക്കാം. അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ഫോൾഡറിലൂടെ നമുക്ക് കണ്ട് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സെറ്റിങ്സ് ആണ് വരുന്നത്. സെറ്റിങ്സിൽ ഇതുപോലെ തന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനും സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാനും നമ്മുടെ മൊബൈൽ ഹിഡൻ ആയിട്ടുള്ള ഫയൽസൊക്കെ ഷോ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. പിന്നെ സേഫ് ഫോൾഡറൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. സെറ്റിങ്സിൽ അത്ര തന്നെ കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തൊട്ടടുത്തുള്ള ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് എടുത്തിട്ട് ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ഷെയർ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ ഡാറ്റ ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.